ദേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടഞ്ചിക്കാരാണ്. ഇതിപ്പോൾ ഏലൂർ സൈഡാണ്. കൊട്ടഞ്ചിക്കാരുടെ കുറേ തോന്നിവാസങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചൂണ്ട ഇടാൻ വരുന്ന സ്ഥലത്താണ് ഇവർ ഈ പണി കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരി പണി കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ദിവസം ചൂണ്ടിടുന്ന സ്ഥലത്താണ്. അപ്പോൾ ചൂണ്ടക്കാരൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണ്, വേറെ വഴിയില്ലാണ്ട് ചൂണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയിരിക്കുന്നു. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുള്ളൂ, പക്ഷെ 16 സെറ്റ് വലയായിരുന്നു ഇവരുടെ അടുത്തുണ്ടായിരുന്നത്. 16 സെറ്റ് വല, അതായത് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇവർ വലയിടുന്നത്. അതും പുഴക്ക് അക്കരെ ഇക്കരെയായിട്ട് ക്രോസ് ചെയ്ത് വലയിടും. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മീനായിട്ട് കയറി വരയില്ല. വന്ന മീനാണെങ്കിൽ ഇപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ വല പൊളിച്ചിട്ടുണ്ടാവും, ചെറിയ മീൻ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ മറ്റേ കടലിലൊക്കെ ആണെങ്കിൽ വഞ്ചിക്കാരൊക്കെ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ വലയടിക്കും. പക്ഷെ അതുപോലെയൊക്കെ നമ്മുടെ പുഴകളിൽ ഇത്രയും ലെങ്ത്തിൽ വലയടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ വലിയ മീനൊക്കെ പൊളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ തന്നെ ആ ഏരിയയിൽ വരില്ല. ഇപ്പോൾ കാളാഞ്ചോളത്തെ മീനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 20 കിലോമീറ്റർ തൊട്ട് 50 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യും ഇതുങ്ങൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ, എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വല പൊളിച്ച് കഴിയുമ്പോൾ മീൻ റിട്ടേൺ തിരിച്ച് വരില്ല, കുറേ സമയം എടുക്കും. അതിനിടയ്ക്കാണെങ്കിൽ കമ്പിഞ്ഞോളമാണ് ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ കമ്പിഞ്ഞോളം വിടുന്നുണ്ട്. ഇപ്പോൾ മഴയുടെ സീസൺ ആകുമ്പോൾ ഇവർ കമ്പിഞ്ഞോളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കരിമീനൊക്കെ ചത്തൂങ്ങിയിട്ട് പോകണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ആരും വീഡിയോ ഒന്നും ഇടാനുള്ള, കാരണം ആരും ഇതിനെക്കുറിച്ച് നോക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരെ വല കീറിക്കളയാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഇവർ കുറച്ചധികം നാൾ മുമ്പേ നമ്മുടെ ചൂണ്ടക്കാരൊക്കെ കൂടി ഇവരുടെ വല ഫുള്ളായിട്ട് കീറി കളഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇട്ട് തുടങ്ങി. കാരണം ഇപ്പോൾ അധികം ആളുകൾ ചൂണ്ടക്കാരൊന്നും വരാത്തതുകൊണ്ട് ഇവർ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് വലയിടുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിപ്പോൾ ഏലൂർ മേത്താനം സൈഡാണിത്. മേത്താനത്ത് ഈ പുഴേൻ്റെ അടുത്ത് തന്നെ ഇവർ തമ്പടിച്ചാണ്. ഒരു 5-6-7 കൊല്ലമായിട്ട് ഇവർ തമ്പടിച്ചേക്കാണ്. പിന്നെ ഏലൂർ ഫെറി ഭാഗത്തുണ്ട് ഇവർ. പിന്നെ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ മലയാളികൾ തന്നെയുണ്ട്. അത് വളരെ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യണത്, ബാക്കി ആർക്കും ഇവരെ ഇഷ്ടമല്ല, സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്. കുറേ സപ്പോർട്ട് ചെയ്യണവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇവർക്ക് 2 കിലോ 3 കിലോ കരിമീൻ അതുപോലത്തെ മീനുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അതുകൊണ്ടൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണെങ്കിൽ മീൻ പിടിക്കാൻ പോണ ആളുകളും ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കണ്ടിട്ടുള്ളതാണ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാട്ടിലോട്ട് പോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഭയങ്കര ദ്രോഹമാണ് ഇവർ ചെയ്യണത്. ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇവരായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തേക്കുന്ന പോലെയാണ്. മേത്താനത്താണെങ്കിൽ ഇവരാ ഒരു 10-15 പേര്, ഫെറിയിൽ ഒരു 10-20 പേര്, ഇതുപോലെ തന്നെ കടമക്കുടിയിൽ ഇതുപോലെ കുറച്ചധികം ആളുകൾ. പേരലയിൽ മാത്രം ഇടിപ്പിക്കില്ല, കാരണം അവിടെ ചീന വില 2-3 ലക്ഷം രൂപ കൊടുത്ത് ചീന വില വെച്ചേക്കുന്നു റിസോർട്ടുകാരൊക്കെ. അവിടെ ഒന്നും ആരും ഇവരെ കൊണ്ടൊന്നും വലയിടിപ്പിക്കില്ല. അത്